ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു കൈപ്പത്തിരിയാണേ. ഇതറിയാലോ, നല്ല ചെറിയ അധികം നൈസായിട്ടല്ല ഇത് ചെയ്യുന്നത്, പക്ഷെ നല്ല സോഫ്റ്റാണ്, ചെയ്യാൻ എളുപ്പമാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഞാനിവിടെ എടുത്തിരിക്കുന്ന കുക്കറാണ്. അതിനകത്തേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കണേ. ആ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 കപ്പ് മാവാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഒരല്പം ഉപ്പ്, ഒരു 1/2 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മാവല്ലേ ഉള്ളൂ, 1/2 സ്പൂൺ ഉപ്പ് മതി. അപ്പോൾ ഇനി ഒരു 1/2 സ്പൂണ് അല്ലെങ്കിൽ 1 സ്പൂണ് എണ്ണ ചേർത്ത് കൊടുത്ത് അടുപ്പ് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ആ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന, അപ്പോൾ ഒത്തിരി ഇത് തേങ്ങയാണ്, ഞാൻ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഡ്രൈഡ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ കോക്കനട്ട് ആണെങ്കിൽ 1 കപ്പ് ചേർക്കണം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിയുമ്പോൾ എന്താ പറയുക, തേങ്ങയുടെ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങും. വേണമെങ്കിൽ ഇതിനകത്ത് ചെറിയ ജീരകം വേണമെങ്കിൽ 1/2 സ്പൂൺ ആഡ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ചുമ്മാ തിന്നാനാകുമ്പോൾ ചെറിയ ഇതിനകത്ത് നല്ലതാണ്. എൻ്റെ കറിയുള്ളപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പത്തിരിയും അതുപോലെ തന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. നമ്മൾ വീട്ടിൽ പിന്നെ പൊടിച്ചിട്ട് വറുത്ത് വയ്ക്കുന്ന പൊടിയായാലും ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഉടനെ ഇളക്കണ്ട കേട്ടോ, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. തീ ഒന്ന് കുറച്ച് വെക്കണേ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിത് ഒന്ന് എന്താ പറയുക, അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവാം, ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു മരത്തവി ഏതെങ്കിലും സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ലോ ഫ്ലെയിമാണ്. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ, നല്ലപോലെ നനഞ്ഞിരിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത്തിരി നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി കുക്കറിൻ്റെ അടപ്പ് കൊണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് പാത്രമാണെങ്കിൽ നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. കുക്കറാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് വേണം കേട്ടോ അടയ്ക്കാൻ. അപ്പോൾ ഇത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടാറുന്നവരെ നമുക്ക് ഇത് കറി ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ട്, പക്ഷേ ഇത് രണ്ടും കൂടെ ഇടുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആവും. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ മട്ടൻ കറി നിങ്ങളെ കാണിച്ചു തരാം. ഇതിന് ഇറച്ചിക്കറിയാണ് ഏറ്റവും നല്ലത്. അത് ഏത് ഇറച്ചിയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണേ. ഒത്തിരി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ചൂട് തീരെ പോരുത് കേട്ടോ, ഒരു കുറച്ച് ചൂടുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ കുഴയ്ക്കാൻ ഏറ്റവും നല്ലത്. കൈ പൊള്ളാത്ത രീതിയിൽ ഉള്ള ചൂടിൽ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഞാൻ വിളിച്ചത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. ഇതാ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കണം. അത് തീരെ ചെറിയ ഉരുളകളല്ല കേട്ടോ, ഒരുവിധം നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കില്ല അതുപോലെ കുറച്ച് വലുതാണ്. കാരണം ഇത് ഒത്തിരി കട്ടിയായിട്ടാണ് പരത്തുന്നത്, നമ്മൾ നൈസ് പത്തിരി അല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക. ഇതെല്ലാം ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറില്ലേ, അത് ഇങ്ങനെ ഒരു കവറ് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താണ്. ഇതിൽ എണ്ണ പറ്റിയിട്ട് ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇത് നമ്മുടെ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പ്രസ്സില്ലേ, അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കൈകൊണ്ടും ഇത് പരത്തിയെടുക്കാം കേട്ടോ. കൈപ്പത്തിരി എന്നുള്ള പറയുന്നത് തന്നെ. അപ്പോൾ അതാ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഈ ഒരു കനമാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചുമോള് പ്രസ്സൊക്കെ എടുത്തിട്ട് റെഡിയായി ഇരിപ്പിട്ടുണ്ട്.
ഇത് ഇത്തിരി ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കെട്ടി വെച്ച എളുപ്പം ഒന്നുകൂടെ പരക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇത്തിരി ഡാമേജ് ആയിട്ടുണ്ട്, അതും കൂടെ കൊണ്ട് ഞാൻ ഇതിങ്ങനെ വെച്ചത്. ഇതാ കണ്ടോ, ഇതുപോലെ ചുട്ടെടുക്കാം. ഒരു തവണ മറിച്ചിട്ടാൽ മതി. കണ്ടോ, പൊള്ളി വന്നിട്ടുണ്ട്. ഒരല്പം ഒന്ന് അതിൻ്റെ മുകൾഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഇങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം. ചുട്ടിട്ട് നമുക്ക് ഞാനൊന്ന് കീറി കാണിക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ആവുന്നതാണ് നല്ലത്. നല്ല ഒരു കറിയും വേണ്ട, അതാണ്ട ഇതുപോലെ നല്ല അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ നമുക്ക് ഇറച്ചിക്കറിയും കൂടെ തയ്യാറാക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായി എല്ലാവർക്കും. ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.